ഹലോ. എന്താ വഴി മാറ്? അയ്യോ മോളെ, അങ്ങനെ ശോഭിക്കാതെ. ഞങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, സഹായിക്കാന്ന് കരുതി വന്നതാ. ജാതകദോഷം മൂലം മോളുടെ കല്യാണം നടക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖസത്യം ഞങ്ങൾ അറിഞ്ഞു. മാറി നിക്ക്, എനിക്ക് പോണം. മോളെ, ഈ ജാതകദോഷം കാരണം നിന്റെ കല്യാണം നടക്കുന്നില്ല. അത് ഈ നാട്ടില് മുഴുവൻ പാട്ടാ. അത് പോട്ടെ, എത്ര നാളുകൂടെ നീ ഇവിടെ കേറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നു. ഭഗവാനും നിന്നെ സഹായിക്കുന്നില്ല. ഞങ്ങള് പറഞ്ഞ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇങ്ങോട്ട് മടങ്ങി നിക്കടി. ഇങ്ങോട്ട് എടി, ഇവിടെ എങ്ങനെ റോഡ് ചെത്തി വൃത്തിയാക്കുന്ന നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് അറിയോ നിനക്ക്? സാമൂഹ്യ ബോധമുള്ള ഭാവി വാഗ്ദാനങ്ങളായ യുവതലമുറ എന്ന് പറയും. മാസ്റ്റർ റോൾ എഴുതി ശമ്പളം കൈപ്പറ്റുന്ന തൊഴിലുറപ്പുകാരാണെന്ന്. വല്ലാത്ത കഷ്ടം തന്നെ. നാട് നശിച്ചു. ഒരു പെണ്ണിനെ കയറി പിടിക്കാന്നൊക്കെ പറഞ്ഞ പരസ്യമായിട്ടല്ലേ അവന്മാര് തോന്നിയാസം കാണിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ, എന്താ ചേട്ടാ പ്രശ്നം? ക്ഷേത്രത്തിൽ തൊഴാൻ വന്നൊരു പെങ്കൊച്ചിനെ 2-3 വൃത്തികെട്ടവന്മാർ ചേർന്ന് ഉപദ്രവിക്കുന്നു. അല്ല, എന്നിട്ട് നിങ്ങളൊന്നും പ്രതികരിച്ചില്ലേ? അത് അവന്മാരൊക്കെ ഫ്രോഡുകളാ. സദാസമയം വല്ലതൊക്കെ പോച്ച് നടക്കുന്നവന്മാരാ. എല്ലാരും വാ, ആ മൺവെട്ടിയും കൂടി എടുത്തോ. അയ്യോ, അതെന്റെ വന്ദന ചേച്ചിയാണല്ലോ. ചേച്ചി, ചേച്ചി ചേച്ചിയുടെ കയ്യിന്ന്. ചേച്ചി, മച്ചമാരെ, ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലമാണല്ലോ തന്നിരിക്കുന്നത്. പെണ്ണാണെന്ന് വെച്ചാ നിന്റെ കളിപ്പാട്ടാണെന്ന് വിചാരിച്ചോടാ തെരുവ് പട്ടി നീ. വർഷ, വേണ്ട. മതി മോളെ, നമുക്ക് പോവാം. ഇവരൊക്കെ എന്റെ കോളേജ് മേറ്റ്സാ. ഏതായാലും എല്ലാവർക്കും നന്ദി. സർവേശ്വരന കൃത്യസമയത്ത് നിങ്ങളിവിടെ എത്തിച്ചേ. മോളെ, ഇവിടെ നടന്നൊന്നും വീട്ടിൽ പറയണ്ട, അമ്മ പേടിക്കും. ഇല്ലേ ചേച്ചി? ചേച്ചി, എനിക്ക് വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കും. ബ്രേക്ക്ഫാസ്റ്റോ? അതിന് ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്നതൊന്നും നീ കഴിക്കാറില്ലല്ലോ. കഴിക്കേണ്ട ഗതികേട് വന്നാ കഴിച്ചല്ലേ പറ്റൂ. കഴിച്ചോ? പക്ഷെ നിനക്ക് വെച്ച് വിളമ്പി തരാൻ ഞാനിവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. സ്വയം വിളമ്പി അങ്ങ് കഴിച്ചാ മതി. എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ. അയ്യോ ചേച്ചി, എനിക്ക് ജോലിയുണ്ടല്ലോ. ഓഫീസിൽ പോകുന്ന സമയമായി. അതുകൊണ്ട് ചേച്ചിയോട് വിളമ്പാൻ പറഞ്ഞ. ഹരിതേ, സത്യത്തെ നീ എന്നെ ജോലി ചെയ്യാൻ സഹായിക്കാ വേണ്ടത്. നിനക്കാഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്താൽ മതി. എനിക്ക് വർഷത്തില് 365 ദിവസം ഇവിടെ ജോലിയോട് ജോലി തന്നെയാ. ലീവോ ശമ്പളോ മറ്റാനുകൂല്യങ്ങളോ ഒന്നുമില്ല. അതെ, ചേച്ചിക്ക് ജോലി കിട്ടാത്തത് മറ്റൊന്നും കൊണ്ടല്ലോ. ജോലിക്ക് ശമ്പളത്തിനുള്ള യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ലേ? യോഗ്യതയുടെ കാര്യമൊന്നും നീ എഴുന്നള്ളിക്കണ്ട. ഞാൻ നിന്നെ പോലെ മതില് ചാടി കല്യാണം കഴിഞ്ഞ് പൊറുതിക്ക് വന്നവളല്ല. എന്റെ കുടുംബക്കാര് നാട്ടുനടപ്പനുസരിച്ച് മാന്യമായി കല്യാണം കഴിച്ചയച്ച പെണ്ണ. അയ്യടാ, ഒരു മാന്യതക്കാരി. ഞാൻ മതില് ചാടി വന്നവളാ, സമ്മതിച്ചു. പക്ഷേ എനിക്ക് പേരും സ്ഥാനമാനങ്ങളും ആവശ്യം പോലെ സമ്പത്തുള്ള ഒരു അച്ഛനും ഉണ്ട്. അല്ലാതെ അനാഥയൊന്നും അല്ല. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. പേരും സ്ഥാനവും ധനസ്ഥിതിയും ഒന്നുമില്ലാത്ത ഒരു പാവ മനുഷ്യനായിരുന്നു. അതിനെക്കുറിച്ചല്ലേ നീ പറഞ്ഞത്? അതെ,
എന്റെ ഒരു ഡിഫക്റ്റ് കുത്തിപ്പൊക്കുന്നവരുടെ 9 ഡിഫക്റ്റ് ഞാൻ തിരിച്ചടിയെ കൊടുത്തിരിക്കും. അതാ ഹരിത. എന്താ ഇവിടെ ഒരു ബഹളം? സുചിത്രേ, വഴക്കും വക്കാണോന്നും വേണ്ടെന്ന് നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ പണമില്ലാത്ത വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ അമ്മ എന്നെ മാത്രം ശാസിക്കുന്നത്? അല്ല മോളെ, എന്റെ മനസ്സിൽ മന്ദനയുടെയും വർഷയുടെയും സ്ഥാനം ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. ആ ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ടാ ഞാൻ നിന്നെ ശാസിക്കുന്നത്. വെറുതെ അവകാശം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് എന്റെ സ്വാതന്ത്ര്യം അടിച്ചമർത്തിയിരിക്കുമല്ലേ? എല്ലാരും കൂടി എന്നെ വീട്ടില് ഒരു മൂലയ്ക്ക് ഒതുക്കിയിരിക്കുക. എന്റെ വിധി. എന്താ ഹരിത പ്രശ്നം? പ്രശ്നം വേറൊന്നുമല്ല. ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് അമ്മയുടെ മൂത്ത മരുമകൾക്കൊട്ടും രസിച്ചില്ല. വേണ്ട, ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അമ്മേ, മോളെ, അല്ല ഇന്ന് കോളേജിൽ പോയില്ലേ നീ? ഇല്ല മുത്തശ്ശി, ഇന്ന് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യൽ വർക്ക് ഉണ്ടായിരുന്നു. സൗജന്യ സേവനമൊക്കെ കൊള്ളാം, പക്ഷേ പഠിത്തം ഉഴപ്പരുത്. നീ എന്താ അമ്പലത്തിൽ പോയിട്ട് മുഖത്തിനൊരു തെളിച്ചമില്ലാതെ വന്നിരിക്കുന്നേ? അത് മുത്തശ്ശി, അമ്പലത്തിലെ ദൈവം ചേച്ചിയെ നന്നായി അനുഗ്രഹിച്ചു. അതിന്റെ ടെൻഷൻ കൊണ്ടാ മുഖത്തെ തെളിച്ചം പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. ഇപ്പൊ വരാമേ. ആ പിന്നെ വൈകുന്നേരം എനിക്ക് വേണ്ടി ഭക്ഷണം മാറ്റി വെക്കണ്ട. അതെന്താ? വൈകുന്നേരം എന്റെ ഫ്രണ്ടിന്റെ വക ഒരു ഗംഭീര പാർട്ടിയുണ്ട്. ഇന്ന് വല്ല ബർത്ത്ഡേ ഫംഗ്ഷനും ആണോ? അതെ അമ്മേ, ഇന്ന് അവളുടെ ബർത്ത്ഡേയാ. അമ്മയുടെ ഊഹം കറക്റ്റാ. കൊള്ളാം, നല്ല മക്കൾ. കൂട്ടുകാരിയുടെ ജന്മദിനം ഓർത്തു വെച്ചിരിക്കുന്നു, സ്വന്തം പെറ്റമ്മയുടെ ജന്മദിനം. ഓ മൈ ഗോഡ്, എന്തുമാത്രം പണം! ഇതൊക്കെ അച്ഛൻ എനിക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നതാണോ? നിന്നോട് ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പോയി വാലടച്ചിട്ട് വാടാ. അച്ഛാ, ഈ ഇരിക്കുന്ന പണമൊക്കെ എനിക്കല്ലേ അച്ഛാ? നിനക്ക് പണം വേണമെങ്കിലേ നീ തന്നെ സമ്പാദിക്കടാ. ഓഹോ, നിന്നെ പഠിപ്പിക്കുന്ന ചെലവ് തന്നെ ഒരു പാഴ് ചെലവാണെന്നാ ഞാൻ കരുതുന്നേ. ഈ പണം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതാ. അയ്യോ, ആരോ വന്നച്ചാ? ആരാണെന്ന് പോയി നോക്കടാ. ഭക്ഷണം കഴിക്കാനാണോ? ഞാൻ വന്നേക്കാം. പോയിക്കോ പോയിക്കോ. ആ, നീ പൊക്കോ. ഓരോരോ മാരണങ്ങൾ തള്ളിക്കേറി വന്നോളും. ഇനിയും ഓരോ ദുരന്തങ്ങൾ വന്നു കേറി എന്റെ പണത്തിന് കണ്ണു വെക്കും മുമ്പ് ഇറങ്ങി പോടാ. ഓ, ഒരു പിശുക്കൻ. ഹരിത വന്നില്ലല്ലോ മോനെ. അവള് മുറിയിലിരുന്ന് ബ്രെഡും ജാമും കഴിക്കുവച്ചാ. ഒരാള് മാത്രം എന്താ മുറിയിൽ ഒറ്റയ്ക്കിരുന്നൊരു കഴിപ്പ്?
എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ സാമാന്യ മര്യാദ. മനോജെ, നിസ്സാര പ്രശ്നങ്ങൾ ഊതി പെരുപ്പിച്ച് വലുതാക്കരുത്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയല്ലേ അമ്മേ ഞാൻ നിങ്ങളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. മോളെ പ്ലേറ്റിംഗ് എടുത്തേ. ഇതെന്തമ്മേ, എന്നിവിടെ ദോശയും ചമ്മന്തി മാത്രമേ ഉള്ളൂ? എല്ലാരും കൂടെ ഇവിടെ വീട്ടു ചെലവിന് തരുന്ന പണം കൊണ്ടേ ഇത് തന്നെ ധാരാളം. വീട്ടു ചെലവിന് ഞാൻ കൃത്യമായിട്ട് ഷെയർ ഇടുന്നുണ്ട്. കാൽ കാശ് കൊടുക്കാത്ത ചിലരെ കുറിച്ചാ മുത്തശ്ശി പറയുന്നത്. ഇതാരാ ഇത്? കോളിംഗ് ബെല്ലടിക്കണ കേട്ടില്ലേ? പോയി നോക്കടാ. ബെല്ലടിക്കുന്നു, ആരാന്ന് പോയി നോക്കാൻ. അയ്യോ, കഷ്ടമുണ്ട്. എടാ, അവന് കേൾവിക്കുറവുള്ളതുകൊണ്ട് ബെല്ലിന്റെ ശബ്ദം അവൻ കേട്ടില്ല എന്ന് വെച്ച് അവനെ ചവിട്ടുന്നതാണോ മര്യാദ? അവനും ഒരു മനുഷ്യജീവിയാണെന്നുള്ള കാര്യം മറക്കരുത്. കൊള്ളാം. ഇവിടെ വേലക്കാരനും 10 പൈസ വീട്ടുചെലവിന് തരാത്തവനും വലിയ ആളുകള്. കൃത്യമായിട്ട് വീട്ടുചെലവിന് തരുന്നവൻ മോശക്കാരൻ. കേബിൾ ടി വിക്കാരൻ പണത്തിന് വന്നിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത്. പണത്തിന്റെ കാര്യമാണ് ഇപ്പൊ കാണാൻ ചേച്ചി. സഹോദരന്മാരുടെ നാടകം കളി. ഓ, എന്റെ മാനേജർ വിളിക്കുന്നു. ഈ സമയത്ത് തന്നെ അയാൾ ഒരു വിളി. അല്ല, അതിന് റിംഗ് ടോൺ ഒന്നും കേട്ടില്ലല്ലോ. ഫോൺ വൈബ്രേഷൻ ആയിരിക്കും അല്ലേ? ആ, അതെ അതെ, ഇവിടെ റേഞ്ചില്ലേ? ഹലോ സാർ, റേഞ്ചില്ല, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഓ ഓ, നാടകത്തിന്റെ 2ാം ഭാഗം ആരംഭിക്കാൻ പോവാ. ഇനി മുങ്ങാനുള്ള മനോജേട്ടന്റെ നമ്പർ ശ്രദ്ധിച്ചോ? അതെ, അവര് പറയുന്ന എമൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കണക്ക് നോക്കി കാശ് കൊടുക്കാൻ പറ്റൂ. കണക്ക് നോക്കാനൊക്കെ സമയം എടുക്കില്ലേ? ഇപ്പൊ കാശ് കൊടുക്ക്. കൂടുതലോ കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, അതൊന്നും ശരിയാവില്ല. ഞാൻ കണക്ക് നോക്കിട്ട് വരാം. ഇനി അമ്മ അച്ഛന്റെ പോക്കറ്റ് അടിക്കും. വേണ്ടമ്മേ, പണം ഞാൻ തരാം. തൽക്കാലം അച്ഛന്റെ കാശ് പോക്കറ്റിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ കൊടുത്തിട്ട് വരാം. എന്താ? ഇന്നും ദോശ തന്നെ. ദോശയും ചമ്മന്തിയും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വയറൊഴിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതി കഴിച്ചു എന്ന് വരുത്തി. അതിനിടയിലേ ആ കേബിൾ ടി വിക്കാരൻ പണത്തിന് വന്നിരിക്കുന്നു. ഞാനവിടെ ഇരുന്നാലേ പണം കൊടുക്കേണ്ട പ്രശ്നം എന്റെ നേർക്ക് നീണ്ടുവരും. അതുകൊണ്ട് സൂത്രത്തിൽ അവിടെ ഞാൻ മുങ്ങി. അല്ലെങ്കിലും ആള് പണ്ടേ ഒരു മുങ്ങൽ വിദഗ്ധനാണല്ലോ. അതെ, 10 പൈസ സ്വന്തമായിട്ട് എടുക്കാൻ കഴിയുന്നവരെ മുങ്ങല് തന്നെയാ ശരണം. എന്തൊക്കെയായാലും എന്റെ ഭർത്താവല്ലേ, അഭിമാനം രക്ഷിക്കണമല്ലോ. പിന്നെ വല്ലപ്പോഴും ഞാനും TV കാണാറുള്ളതല്ലേ. എന്റെ പേഴ്സിനെ ആവശ്യത്തിന് ക്യാഷ് എടുത്തോ. ആണോ? താങ്ക് യു മൈ ഡിയർ ബോയ്.
500 monies. Thank you. ഇതെന്റെ സ്വന്തം വട്ടച്ചെലവിന്. കേബിൾ ടി വിക്കാരൻ പോയി. ഓ, ആശ്വാസായി. ഞാനേ കണക്ക് നോക്കി 500 രൂപയാ കേബിളുകാരന് കൊടുക്കേണ്ടത്. ആ പണം ഞാൻ തരാം. വേണ്ട, പണം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതെന്ത് പണിയാ വന്ദനെ കാണിച്ചത്? പണം ഞാൻ തരുമായിരുന്നല്ലോ. അതിനെന്താ പ്രകാശ് ചേട്ടാ, ആ 500 രൂപ ചേട്ടൻ വന്ദനയ്ക്കങ്ങ് കൊടുത്താ പോരെ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ തലയിടണ്ടാട്ടാ. അതെ, എനിക്ക് 2 ദോശയും കൂടി വേണ്ടി വരും. എനിക്ക് മനോജേട്ടൻ എന്താ ഇത്ര ധൃതി? ഭക്ഷണം വാരി വാരി വിഴുങ്ങുവാണല്ലോ. എനിക്ക് ഓഫീസിൽ പോകണം. നിനക്ക് ഏത് ഓഫീസിലേക്കാടാ പോണ്ടേ? എടാ മാധവ, ഇവന്റെ ഓഫീസ് പണി നിനക്കറിയില്ലേ? അച്ഛയെ സ്കൂട്ടറിന്റെ പുറകിലിരുത്തി ഓഫീസിൽ കൊണ്ടുവിടുന്ന ഡ്രൈവർ പണി. വൈകുന്നേരം റിട്ടേൺ ട്രിപ്പ് ഇല്ലേ മുത്തശ്ശി? ഉണ്ട്, അതുകൊണ്ട് അതാണ് മനോജിന്റെ ആകെയുള്ള പണി. നീ ചിരിക്കണ്ട. ചെലപ്പോ നിന്റെ ചിരി കേട്ടാലേ നിന്റെ ഫോണ് ബെല്ലടിക്കും. കോണ്ടാമൃഗങ്ങള്. മനോജ്, ടൈമായി. എന്നെ ഓഫീസിൽ കൊണ്ടുവന്നാക്ക്. അതിനെന്താ, ഇപ്പൊ വരാം. മുത്തേ, ഞാനൊന്ന് കൈ കഴുകിക്കോട്ടെ, ഇപ്പൊ കൊണ്ടാക്കാം കേട്ടോ. ഇത് പിടിച്ചേ. അവിടെ ചന്ദ്രികെ, പതിവ് മുടക്കണ്ട. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാ. ആരും എന്റെ ജന്മദിനത്തെ കുറിച്ച് ഓർത്തില്ലല്ലോ. ഒരാശംസ പറയാൻ പോലും.